എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. ഇത് ഇങ്ങനെയാണ് ഞാൻ ജീവിതം ജീവിച്ചിരുന്നത്. പിന്നെ എന്റെ വീട്ടിലെ പട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 2 വാക്കിൽ ഞാൻ ആ അര സെക്കൻഡ് കൊണ്ട് ജീവിതം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് സൈബർ ബുള്ളിങ് കാണുന്ന സമയത്ത് എനിക്ക് ആവേശം കൂടാണ്. എങ്കിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ വാശി കയറുമല്ലേ? എനിക്ക് വാശി കയറാറുണ്ട്. ഓൾവേസ് എ റിബൽ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ബി എ റിബൽ, ബട്ട് എന്താ പറയുക, സാഹചര്യവശാൽ റിബലായി പോകുന്നതാണ്. ബാഡ് വുമൺ ഒരു ഇമേജാണ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ വളരെ വിശുദ്ധ മാതാവായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഒരു അച്ഛൻ്റെ അവസാന കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അമ്മാവൻ ഇങ്ങനെ അച്ഛനെ അവസാനമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വാട്സപ്പിൽ വീഡിയോ കോളിൽ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടെ ഞാൻ ആ സമയത്ത് വിളിച്ചൊരു വിളിയുണ്ട്. അയ്യോ എന്ന് എനിക്ക് ഒരു വിളി വിളിച്ചിട്ടുണ്ട്. ഡബ്ബിങ് സമയത്ത് എന്നെ സുജിത്ത് വിളിച്ച് പറയുന്നുണ്ട്. അഭയുടെ ഒരു അയ്യോ എന്നൊരു നിലവിളിയുണ്ട്. ആ നിലവിളി വച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ആ സീൻ മുഴുവൻ ഞാൻ ഡബ് ചെയ്തത്. എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഐ ലിവ്ഡ് ആസ് എ ക്വീൻ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും അതേപോലെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും നന്നായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ കൂടെ ജീവിച്ച ആളെ നോക്കി പുച്ഛിക്കുന്നതിലോ അല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണെന്ന് പറയുന്നതിൽ എനിക്കൊരു ഗ്രേസ് കണ്ടെത്താൻ പറ്റുന്നു. ബോബിയോടൊപ്പം താമസിക്കുന്ന സമയത്ത് കൂടുതലും ഫാമിലി ലൈഫിലായിരുന്നു ശ്രദ്ധ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതെ, ഫാമിലി ലൈഫിലായിരുന്നു. ഐ വാസ് ടോട്ടലി ഇൻ ടു ഫാമിലി ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു കം ഔട്ട് ഓഫ് ദാറ്റ്, എന്താ പറയുക, ആ സ്പെക്ട്രത്തിൽ നിന്ന് എനിക്ക് വരാനും താല്പര്യമുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് പീപ്പിൾ ടു നോ അബൌട്ട് മൈ ഫാമിലി ലൈഫ് ഓർ വാട്ട് ഐ ലീവ്ഡ്. അത് ദാറ്റ് ഈസ് നോട്ട് ദ പേഴ്സണൽ തിങ്. എനിക്ക് നാട്ടുകാർ പറഞ്ഞിട്ട് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെക്കാട്ടിലും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണല്ലോ അതിനൊരു, എന്താ പറയുക, അതിനൊരു ഭംഗി ഉണ്ടാവുക. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അത്തരം ഒരു ചൂഷണമുണ്ടോ? മ്യൂസിക് ഇൻഡസ്ട്രിയിലും ഇതുപോലെ പല ചൂഷണങ്ങളും നേരിടുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അത് പറയാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയണം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മിക്ക കുടുംബ ചിത്രങ്ങളിലും തിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിയായിരിക്കും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും കുടുംബത്തിലെ അടുത്ത തലമുറയ്ക്ക് വഴികാട്ടിയാകുന്നതും. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ വളരെയധികം പോസിറ്റീവോട് നേരിട്ട മലയാള സിനിമയിലെ പ്രശസ്തയായ പിന്നണി ഗായിക അഭയ ഹിരൺമയി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ്. വെൽക്കം അഭയ. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഭീകര ഇന്റർവ്യൂ ഒക്കെ ആണല്ലോ. അഭയ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് അല്ലേ? ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ തള്ളിയതാണ്. അഭയ ഇപ്പോഴും റിബൽ തന്നെയാണോ? ഞാൻ ഐ ആം ഓൾവേസ് എ റിബൽ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ബി എ റിബൽ, ബട്ട് എന്താ പറയുക, സാഹചര്യവശാൽ റിബലായി പോകുന്നതാണ്. അല്ല, നമ്മളെ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് സ്ത്രീകള് ഈ റിബലാവുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. പക്ഷെ ഇപ്പോ അഭയ കരിയറിൽ എത്തി നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായികയാണ്. എല്ലാ മലയാളികൾക്കും അറിയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്, പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്യുന്നു. മാത്രമല്ല അഭയ ഹിരൺമയുടെ ഫാൻ പേജില് കൂടുതലും യൂത്ത് ആയിട്ടുള്ള പെൺകുട്ടികളാണ്, സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളാണ്. അപ്പം ഇത്രയും ഒരു സക്സസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇനിയും അങ്ങനെ പോരാടേണ്ട, റിബലാവേണ്ട ആവശ്യമുണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഞാൻ പോരാടുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ റിബലിസം എന്ന് പറയുന്നത്. ഇതെനിക്ക് നാച്ചുറൽ, എനിക്ക് എന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ നടക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നതിനൊരു സ്വഭാവമായി മാറിയത് കൊണ്ട് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ എന്നോട് നല്ല ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമുള്ള ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ബട്ടൺസ് ഊരിക്കിടക്കുന്നു എന്ന് പറയുകയാണ്, അത് എക്സ്പോസിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. അത് എൻ്റെ മൈ വേ ഓഫ് ജീവിതം ഇങ്ങനെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഷർട്ട് ഇടാനും പാൻസ് ഇടാനും ഇതുപോലുള്ള മാല ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് റിബലായിട്ട് തോന്നുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ്. ചോദിച്ച പോലെ തന്നെ തിരിച്ച് ആർക്കെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമേ അല്ല ഇത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ ഫോളോ ചെയ്യുന്നതായിരിക്കാം. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു കാര്യം വേറൊരു വ്യക്തി ചെയ്യുന്ന കാണുമ്പോൾ ഉള്ള ഒരു, പലപ്പോഴും സിനിമ കാണുമ്പോഴും അങ്ങനെയല്ലേ? അതെ, നമ്മൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം വേറൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ. അതെ. പക്ഷേ ഞാൻ പറയട്ടെ, ഈ പറയുന്ന റെസ്പെക്റ്റും ഈ കാര്യങ്ങളും ഒക്കെ എനിക്കൊരു 5 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റ് അല്ല എനിക്ക് ഇപ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റ്. അപ്പോൾ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരു വ്യക്തി എന്ന നിലയിൽ. കാരണം പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര വേറെ തരത്തിലൊരു ഇമേജാണ്. ഇതെന്താ ഇങ്ങനത്തെ കുട്ടി, അതങ്ങനെയാണല്ലോ, ഇവര് ഒരു കൈൻഡ് ഓഫ് ബാഡ് വുമൺ ഒരു ഇമേജാണ്.
ഇപ്പോൾ ഞാൻ വരുമ്പോൾ വളരെ വിശുദ്ധ മാതാവായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ വാക്കിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ടോണിലൊരു വ്യത്യാസം വന്നാൽ പോലും എന്താ പറയാ, ഞാൻ ട്രോൾ ചെയ്യപ്പെടാം. ഞാൻ പലതരത്തിൽ വിമർശിക്കപ്പെടാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും റിലേറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു ഗോപിയായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം നടന്ന ഇന്റർവ്യൂസിൽ അതിലൊന്നും തന്നെയും അഭയ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്യോ ഒരു വിക്ടിം കാർഡ് അടയ്ക്കയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ഇത്രയും നാളത്തെ ആ ജീവിത എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇത്രയും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അഭയ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലേ? അതും വൺ ഓഫ് ദ റീസൺ ആയിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് അടികൂടിയിട്ടൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തിരുന്ന് പറഞ്ഞ അപ്പുറത്തുള്ള ആൾ ഭയങ്കര മോശക്കാരനാണെന്നൊന്നും സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും ജീവിതം ഞാൻ ജീവിച്ചിട്ട് വന്നിരിക്കുക. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞ പോലെ തന്നെ ഐ ലിവ്ഡ് ആസ് എ ക്വീൻ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും അതേപോലെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും നന്നായിട്ടാണ് ജീവിക്കുന്നത്. നന്നായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പഴയ ജീവിതം നോക്കിയിട്ട് പുച്ഛിക്കുന്നതിലോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ച ആളെ നോക്കി പുച്ഛിക്കുന്നതിലോ അല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണെന്ന് പറയുന്നതിൽ എനിക്കൊരു ഗ്രേസ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഞാൻ അതിനെ സെൽഫ് സാപ്പോർട്ടേറ്റിംഗ് ചെയ്യുന്ന മാതിരിയാണ്. ഞാൻ എന്നെ തന്നെ കുറച്ച് കാണുന്ന മാതിരിയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാൻ എപ്പോഴും എന്നെ നന്നായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടെയാണത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ജീവിതത്തെ എൻ്റെ ലൈഫിനൊരു മീനിങ് ഇല്ല, വളരെ നിരർത്ഥകമായി പോകുന്നു, എൻ്റെ പാർട്ട്ണർ എന്നെ കളഞ്ഞിട്ട് പോയി, മാത്രമല്ല നമ്മൾ അച്ചീവ് ചെയ്ത രീതിയിലൊന്നും ലൈഫിലൊന്നും കിട്ടിയില്ല, നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും ലൈഫിൽ നടന്നില്ല, അതുകൊണ്ട് എൻ്റെ ലൈഫ് വളരെ മീനിങ്ലെസ് ആയെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഈ സെൽഫ് ബ്ലെയിം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഈ മീനിങ്ങിനെ, നമ്മൾ ഈ തേടുന്ന മീനിങ്ങിനെ വളരെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ മീനിങ് തേടുന്നോണ്ടല്ലേ ഇത്തരം ഈ സെൽഫ് ബ്ലെയിമിലേക്ക് പോവുകയും മാത്രമല്ല കൂടുതൽ കൂടുതൽ നിരാശരാകപ്പെടുകയും ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. കാരണം അത് നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലെയിമിംഗ് ഒന്നും നടക്കില്ല. കാരണം ഈ ബ്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നതിനാൽ അതിലാണ് ഫോക്കസ് പോകുന്നത്. അവിടെ അദ്ദേഹം വളരെ നന്നായിട്ട് ജീവിക്കുക, അവരുടേതായ കാര്യത്തിൽ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കുറ്റം പറയുന്നതിൽ നമ്മുടെ ജീവിതം വളരുന്നില്ലല്ലോ. നമ്മുടെ ജീവിതം വളരണ്ടേ? നമുക്ക് നല്ല നല്ല രീതിക്ക് ജീവിക്കണമല്ലോ. നമ്മുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണ്ടേ? അപ്പോൾ ഇതിനൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ, അതിപ്പോൾ പാർട്ട്ണർ എന്നുള്ള നിലയിലല്ല, അതിപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്താ പറയുക, ജോലിയിൽ നിന്ന് ഫയർ ചെയ്യപ്പെട്ടാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. കാരണം അവിടെ പോയിരുന്ന എൻ്റെ പഴയ കമ്പനി അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മോശം പറയരുത്. മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം ഇവരെന്തുകൊണ്ടായിരിക്കും ഫയർ ചെയ്തിട്ടുണ്ടാവുക? ഫയർ ചെയ്തതിന് റീസൺ ഇതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് നമ്മളായിട്ട് വളർത്തിയെടുക്കുക. അതെ. ഈ പലപ്പോഴും ഈ പഴയ കമ്പനിയെ കുറിച്ച് മോശം പറയുന്ന ആൾക്കാരെല്ലാം HR അപ്പം തന്നെ തട്ടും പുതിയ കമ്പനിയിലെ HR. കാരണം അയാളുടെ പേഴ്സണാലിറ്റി അവിടെ ഡിഫൈൻ ചെയ്യപ്പെടുകയാണ്. അതെ. പിന്നെ അത് കാരണം അവരത് ഇയാളോ ഇനിയിപ്പോ ഇവിടുന്ന് മാറിയിട്ട് വേറൊരു കമ്പനി പോയി കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ പറയുന്നത്. ഈ അഭയ ഹിരൺമയി എന്നുള്ള പേര്, ആ പേര് പറയാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അതിങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുക. അമ്മയുടെ പേരാണ്. അതെ, അഭയ ഹിരൺമയി ലക്ഷ്മി എന്നുള്ളൊരു കീർത്തനം അല്ലെ? അല്ല, അഭയ ഹിരൺമയി ലക്ഷ്മി അല്ല, ഹിരൺമയിയും ലക്ഷ്മിയും എന്ന് പറഞ്ഞിട്ട് ഒരു കീർത്തനം, ലളിത രാഗത്തിലുള്ള കീർത്തനം. അപ്പൊ അത് കേട്ടപ്പോഴാണ് അമ്മയ്ക്ക് ഹിരൺമയിന്ന് എനിക്കും ജ്യോതിർമയിന്ന് അനിയത്തിക്ക് പേര് ഇടാൻ തോന്നിയത്. ആ കീർത്തനം ഒന്ന് പാടാമോ? ഹിരൺമയീം ലക്ഷ്മി സദാ ഭജാമി ഹീനമാനമാശ്രയം സദാ ഹിരൺമയീം ലക്ഷ്മീം സദാ ഭജാമി. ഈ അഭയുടെ പാട്ട് കേൾക്കുമ്പോഴേ ഇത്രയും ഒരു ക്ലാരിറ്റി ഉള്ള ഒരു വളരെ ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു വോയിസ്, അത് വെച്ചാൽ നമുക്ക് ഈ ഒരു വോയിസ് ഉള്ളത് എനിക്ക് തോന്നുന്നു വേറെ ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. വളരെ യൂണിക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഈ അഭയ്ക്ക്. എനിക്ക് തോന്നുന്നു ഈ കൊച്ചിലെ അഭയ്ക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. നല്ലോണം വായിക്കും, എഴുതും, ഡാൻസ് കളിക്കും. 5-6 വർഷം കേരള നടനം പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ പൊതുവെ ഈ ഒരുപാട് കഴിവുകളുള്ളപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. നമ്മളിത് ഏത് റൂട്ട് പോകണം, നമ്മളിത് എന്ത് ചൂസ് ചെയ്താലാണ്, ഇത് ഏതാണ് നമുക്ക് കൂടുതൽ ആപ്റ്റ് ആവുന്നത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പൊ ഈ പാട്ടാണ് അഭയുടെ തലയിൽ വരച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചത് അഭയ സ്വയം കണ്ടെത്തിയതാണോ?
അല്ല, ഞാൻ സ്വയം കണ്ടെത്തിയല്ല. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞ മാതിരി തന്നെ ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. അതായത് വളരെ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. ആൻഡ് ആസ് എ പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് എൻ്റെ പാട്ടിനെക്കാട്ടും ഇഷ്ടം ഞാൻ ഡാൻസ് ചെയ്യുന്നതാണ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു രീതി എനിക്ക് എൻ്റെ ഡാൻസിലൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു പർട്ടിക്കുലർ സാഹചര്യം എന്നല്ല, അതൊരു എന്താ പറയുക, നമുക്ക് ഈ ഡാൻസ് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ഒരു സാഹചര്യം നമുക്കത് വർക്കൗട്ട് ആകത്തുള്ളൂ. ആൻഡ് മൈ പാരൻസ് ഓൾവേസ് വോണ്ട് ടു ബി അക്കാഡമിക്കലി പോകാനായിരുന്നു അവർക്ക് ആഗ്രഹം. എല്ലാ പാരന്റ്സും എല്ലാ പാരൻസിലെ പോലെ തന്നെ അക്കാഡമിക്കലി പോകാനാണ് അവർക്ക് ആഗ്രഹം. അങ്ങനെ ഞാൻ പിന്നെ പരിചയപ്പെട്ട എൻ്റെ വഴി വേറെയായിരുന്നു. ആ വഴിയിലേക്ക് ഞാൻ പോയ സമയത്ത് ഇതാണ് എൻ്റെ സംഗീതമാണ് ഞാൻ ബേസിക്കലി എൻ്റെ ജീനിലുള്ള എൻ്റെ സംഗീതം. അത് വെറുതെ പാടിക്കൊണ്ട് നിന്നപ്പോഴും അത് ഓക്കെ ആയി എന്നുള്ളത് കൊണ്ട് 2-3 റെക്കോർഡിങ്ങുകൾ നടന്നു. 3-4 കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ അത് ഒരു ജീവിതമാർഗമാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് സംഗീതം മാത്രമല്ല, ജീനില് ആക്ടിങ്ങും ഉണ്ട്. ആ ജീനിൽ ആക്ടിങ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് ഇതുപോലെ ഈ പാട്ട് ഫിഗർ ഔട്ട് ചെയ്ത പോലെ തന്നെ വളരെ റീസെന്റ് ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്തതാണ് ഞാൻ. ഈ പണിയില് ഒരു രംഗമുണ്ട്, ഉം. എന്നെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ഇരുന്നു പോയ രംഗമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ച രംഗമാണ്. ജയയുടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ ജയ കരഞ്ഞുകൊണ്ട് പോലീസുകാരെ തട്ടി മാറ്റുന്ന ഒരു രംഗമുണ്ട്. അവര് സമാധാനിപ്പിക്കാൻ വരെയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പ്രശാന്ത് അലക്സാണ്ടറിനാണ് ആശ്രയം. അപ്പോൾ സുഹൃത്തുക്കളോട് എത്രമാത്രം അവരാണ് ജയയുടെ എല്ലാം എന്നുള്ളത് കാണിക്കുന്നതുണ്ടല്ലോ. ആ സമയത്ത് ആ രംഗം ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇമോഷൻസ് ആയിരുന്നു അഭയുടെ മനസ്സിലേക്ക് ഇറ്റ് വാസ് പോയിക്കൊണ്ടിരുന്നത്? വെരി ഇമോഷണൽ ബിക്കോസ് അതുവരെയും ഞാൻ എൻ്റെ സെറ്റിൽ ഞാൻ അങ്ങടെ ഇങ്ങനെ ചാടി കളിച്ച് ഇങ്ങനെ ചാടി കളിച്ച്, കാരണം എനിക്കുണ്ടായിരുന്നത് വളരെ സട്ടിലായിട്ടുള്ള ഒന്നോ രണ്ടോ നോട്ടങ്ങളും 2 ഡയലോഗുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ബാക്കിയുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നെ എനിക്കൊരു സ്വാതന്ത്ര്യം, ഫോക്കസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണ് എന്നിലേക്ക് മുഴുവൻ ഫോക്കസ് വരുന്നത്. അപ്പോൾ ജോജു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സീനാണ്, ഇമോഷണലായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജോജുവിനോട് പറഞ്ഞത്, അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, അത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ട വഴിയാണ്. ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരാൾ മരിച്ചു. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്, അത് ഓർത്തെടുത്ത് ചെയ്യാൻ ഇതെൻ്റെ വഴിയാണ്. അതെങ്ങനെയാണ് അഭയ്ക്ക് തോന്നുന്നത് അത് ചെയ്തു. കറക്റ്റായിട്ട് എൻ്റെ 3 വർഷം മുന്നേ എൻ്റെ ഫാദർ മരിക്കുന്നു. കോവിഡ് വന്നിട്ടാണ് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദായിരുന്നു. ഡ്യൂ ടു ദ സിറ്റുവേഷൻസ് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു അച്ഛൻ്റെ അവസാന കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മാവൻ ഇങ്ങനെ അച്ഛനെ അവസാനമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്, വാട്സപ്പിൽ വീഡിയോ കോളിൽ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടെ ഞാൻ ആ സമയത്ത് വിളിച്ചൊരു വിളിയുണ്ട്, അയ്യോ എന്ന് ഒരു വിളി വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫിഗർ ഔട്ട് ചെയ്യുക, നമ്മളത് കണ്ടുപിടിക്കുക, ഇതെങ്ങനെയാണ് നമ്മളെ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ ഓർത്തെടുത്തു. ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കിടക്കുന്നത്, ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതൊരു മനുഷ്യനാണ്. ബോബിച്ചൻ ഈവൻ തോ അതൊരു സ്ക്രീനിലുള്ള എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അതൊരു മെൻ്റൽ കോണ്ടാക്റ്റ് വരുന്നില്ലല്ലോ. അങ്ങനെ ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം എനിക്കില്ല പുള്ളിയായിട്ട്. അപ്പോൾ ആ മാനസികമായിട്ടുള്ള അടുപ്പം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാനത് എങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഒരു 10-15 മിനിറ്റോളം ഞാനത് ആലോചിച്ചെടുത്ത് ആലോചിച്ചെടുത്ത് കരഞ്ഞു. കരഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഫസ്റ്റ് ടേക്ക് ഔട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ക്ലോഷർ കിട്ടിയ മാതിരിയാണ് എനിക്ക് ആ സമയത്ത്. യെസ്, ദിസ് ഈസ് വാട്ട്. ഇത് അവിടെ കിടക്കുന്നത് എൻ്റെ അച്ഛനാണ്. അങ്ങനെ അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. ക്ലോഷർ കിട്ടിയതുപോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് അയ്യോ എന്നല്ല വിളിക്കുമ്പോൾ, ഈ ഡബ്ബിങ് സമയത്ത് എന്നെ സുജിത്ത് വിളിച്ച് പറയുന്നുണ്ട്. സുജിത്ത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് സുജിത് ശങ്കർ. അപ്പോൾ അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, അഭയുടെ ഒരു അയ്യോ എന്നൊരു നിലവിളിയുണ്ട്. ആ നിലവിളി വച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ആ സീൻ മുഴുവൻ ഞാൻ ഡബ് ചെയ്തത്. എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വളരെ ടച്ചിങ് ആയിരിക്കും, കാരണം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തിട്ടാണ് ആ സീൻ ചെയ്യുന്നത്.
സോ ഇറ്റ്സ് സോ ഇമോഷണൽ ഫോർ മീ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇമോഷണൽ ആവുന്ന സമയത്ത് തന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്ന സമയത്ത് അതും എനിക്ക് ഓർത്തെടുത്ത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ ബോബി ചേട്ടൻ ഞാൻ എപ്പോഴും അടിയാണ്. അപ്പോൾ ഇങ്ങനെ ബോബീസ് ദേവി എന്ന സീൻ, അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ള പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സീനൊക്കെ കഴിഞ്ഞു. പുള്ളി ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അടുത്തിങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ എൻ്റെ ജോജി പറയും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കുന്നില്ല, എനിക്ക് വയ്യ കെട്ടിപ്പിടിക്കാനൊന്നും. എന്നിട്ട് ഇവക്കും തന്നെ കെട്ടിപ്പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അതും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ജോജി പറയാം അഭയ അഭിനയിക്കുകയാണ്, അഭയ അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിലെ രസമായിരുന്നു. അത് ഷൂട്ട് വാസ് ഗുഡ്. അച്ഛന്റെ രാജകുമാരിമാരായിരുന്നല്ലേ ആ, പിന്നെ. അഭയും അനിയത്തി ജ്യോതിർമയും. Yeah. അച്ഛൻ ഇതേപോലെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ പെൺകുട്ടികൾ 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം. പക്ഷെ ആ സമയത്ത് അഭയും രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ സ്വാതന്ത്ര്യം അല്ലെ, പരമാവധി അത്രയും സ്വാതന്ത്ര്യം. 2 മണി വരെ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 10 to 11 ഞാൻ അത്രയും ആ 10-11 മണി 2007-2008 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അത്രയും ഒരു കർഫ്യൂ ഉള്ള എന്താ പറയുക ആ സമയം അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലിബറേറ്റഡ് റെബലിയസ് കൈൻഡ് ഓഫ് ഹൗസാണ് അപ്പോൾ എൻ്റെത്. ബാക്കിയുള്ള ഒരു 7 o'clock 6 o'clock വെളിയിൽ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ പല പല കാരണങ്ങൾ പറഞ്ഞ് എഴുതി വെക്കേണ്ട വീടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു വീടാണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അച്ഛൻ വഴി എനിക്ക് ആ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹി ബിലീവ്ഡ് ഇൻ അസ് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മളെ ലൈഫ് ഒരിക്കലും അത് നമ്മൾ എത്രത്തോളം മെച്ചപ്പെട്ട വ്യക്തിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ലൈഫിലുള്ള നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ പരാജയങ്ങളും നമ്മളുടെ സക്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. അങ്ങനെ ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളെ കേൾക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര മനോഹരമായിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും നമുക്ക് തരുന്നത്. അതേസമയം തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ അത് കണ്ടെത്തണമെന്ന്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ കൊതിക്കില്ലേ ഒരാൾക്ക് ലൈഫ് വേണ്ടി. ഒരു കോൺട്രാഡിക്ഷൻ അല്ലേ? ഈ പറയുന്ന എന്താ പറയുക ഷുഗർ കഴിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുന്ന അതേ സമയത്ത് നമ്മുടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഹാപ്പിനെസ്സും കൂടിയാണ് ഷുഗർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് എ കോൺട്രാഡിക്ഷൻ. നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്തിയാൽ മാത്രമേ ഈ പറയുന്ന ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് യുവർ ക്വസ്റ്റ്യൻ വാസ് നോട്ട് ഓവർ. അല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എപ്പോഴും നമുക്കൊരു നമ്മളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും നമ്മളുടെ സന്തോഷങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളത് വളരെ ഗുഡായിട്ടുള്ള ഒരു വളരെ നൈസ് ഫീലിംഗ് അല്ലേ? അത് എങ്ങനെയാണ് ഹിരൺമയിക്ക് തോന്നിയിട്ടുള്ളത്? കാരണം ഗോപിയായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പിന് ശേഷം എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ വളരെ ലോൺലി ആയിട്ട് തോന്നിയോ, ഇനി എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർക്കാണ് ഇമ്പോർട്ടൻ്റ്. I had lived a life of 14 years and my focus and career is അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് ആലോചിക്കാൻ ടൈമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് വർക്കിങ്ങിന് വർക്കിന്റെ തിരക്കും പിന്നെ എനിക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്കങ്ങനെ തോന്നാറില്ല. എനിക്ക് വർക്കാണ് ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ഗോപിയോടൊപ്പം താമസിക്കുന്ന സമയത്ത് കൂടുതലും ഫാമിലി ലൈഫിലായിരുന്നു അല്ലേ ശ്രദ്ധ കൂടുതൽ അതെ, കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഫാമിലി ലൈഫിലായിരുന്നു. ഐ വാസ് ടോട്ടലി ഇൻ ടു ഫാമിലി ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു കം ഔട്ട് ഓഫ് ദാറ്റ് എന്താ പറയുക ആ സ്പെക്ട്രത്തിൽ നിന്ന് എനിക്ക് വരാനും താല്പര്യമുണ്ടായിരുന്നു. അതൊരു കംഫർട്ട് സോൺ ആയിരുന്നു. കംഫർട്ട് സോൺ ആയിരുന്നു. അത് വരാൻ താല്പര്യം ഉണ്ടായിരുന്ന സെൻസ് ആ സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യം വരുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് കം ഔട്ട് ഓഫ് ദാറ്റ് തിങ് ഓൾസോ. I was doing a family life. I was so concentrated on my family. And ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നതും കൂടെ കൊണ്ടാണ്. എനിക്ക് എപ്പോഴാണോ നിങ്ങളെ കാണണം, എനിക്ക് എൻ്റെതായ രീതിക്ക് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതർവൈസ് ഐ വുഡ് ഹാവ് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇരിക്കും. സോ അപ്പോൾ ഫാമിലി ലൈഫ് കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഇപ്പോൾ അഭയുടെ പാട്ടുകളിൽ എനിക്ക് ഒരുപാട് ഞാൻ എപ്പോഴും അഭയുടെ പാട്ടുകൾ കേൾക്കാറുണ്ട്. അതിന്റെ പ്രധാന കാരണം ആ വോയിസ് തന്നെയാണ്. ഇപ്പോൾ അഭയുടെ പാട്ടിൽ 2 കൺട്രീസിൽ അഭയ പാടിയ ഒരു പാട്ടുണ്ട്. തന്നെ മാത്രമല്ല കനിമലരി എന്നുള്ള ആ പാട്ടുണ്ടല്ലോ. ഞാൻ പാടിയ പാട്ടുകൾ വെച്ച് എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അതെ അതെ കണിമലരെ മുല്ല. കാരണം ഞാൻ ഹൈ നോട്ട്സ് എത്തില്ല എന്ന് എനിക്കൊരു സ്വയം വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ കൊള്ളാലോ, ഞാൻ ഹൈ നോട്ട്സ് ഒക്കെ എത്തുന്നുണ്ടല്ലോ എന്ന് ആ എനിക്ക് തോന്നി. തളരുത് എന്നുള്ള ആ ഒരു ആ പോർഷൻ അവസാനിക്കും അത് ആൻഡ് ഗംഭീര സാധനമായിരുന്നു. ആ സോങ്ങിലെ ഒരു ബെസ്റ്റ് പാർട്ടാണ് ആ ഒരു എന്താ പറയാ ആ ഒരു വരികള്. ആഹാ. ബാക്കി മുഴുവൻ കാർത്തിക്കാണ് പാടുന്നത്. അപ്പൊ എന്റെ വോയിസ് ഞാൻ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ. ഞാൻ റേഡിയോയിൽ വന്നാൽ തന്നെ ഞാൻ അങ്ങ് മാറ്റിക്കളയും. കാരണം അതിൻ്റെ അല്ല, എനിക്ക് വോയിസ് ഇഷ്ടമല്ലാത്ത, എൻ്റെ വോയിസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ബാക്കിയുള്ളവരുടെ പാട്ടുകൾ കേൾക്കണം, കൂടുതൽ കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ മാറ്റുന്നതാണ്. അഭയ, സാധാരണഗതിയിൽ നമ്മൾ ഈ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത ജനറേഷനുള്ളവരും ആ പ്രൊഫഷനിലേക്ക് പോയില്ലെങ്കിൽ വലിയ നാണക്കേടായിരിക്കും സൊസൈറ്റിയുടെ മുന്നിൽ. അഭയുടെ അമ്മ പാട്ടുകാരിയാണ്, വല്യച്ഛൻ സംഗീത കോളേജിലെ പ്രൊഫസറായിരുന്നു, ഒരു സംഗീത കുടുംബമാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സംഗീതത്തിലേക്ക് പോയില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന്, ഞാൻ കുടുംബത്തിലാകെ ഒറ്റപ്പെട്ടു പോവോ എന്നുള്ളൊരു ചിന്ത കുട്ടിക്കാലത്തുണ്ടായിരുന്നോ? ഇല്ല, എന്താ പറയാ, അവര് കുഞ്ഞിലെ മുതൽ ദേ ഓൾവേസ് വോണ്ട് അസ് ടു ബി. ഞാൻ മാത്രമല്ല, ദർ കിഡ്സ്, എൻ്റെ കസിൻസിനാണെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ. എൻ്റെ അടുത്ത് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ, ഷീസ് ബ്ലൈൻഡ്. അപ്പോൾ ഷീ ഓൾസോ സിങ്സ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേറൊരു ചോയ്സ് ഇല്ല, നന്നായിട്ട് പാടും ചെയ്യും. അപ്പോൾ ചോയ്സ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ പാട്ട് തന്നെ എടുക്കാം. അങ്ങനെ പുള്ളിക്കാരി ഇപ്പോൾ സംഗീത കോളേജിലെ പ്രൊഫസറാണ് ഇപ്പോഴും. അപ്പോൾ പുള്ളിക്കാരി മാത്രമേ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും, ഒരാൾ വക്കീലാണ്, ഒരാൾ IIT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രൊഫഷണലി എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ദേ ഓൾവേസ് വോണ്ട് അസ് ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് അവർക്ക്. പാട്ട് പാടും, എൻ്റെ മകൾ ഗവൺമെൻറ് ജോലി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പാട്ടും പാടും എന്നുള്ളതാണ് അവർക്ക് വേണ്ടത്. അപ്പം ഇപ്പോ പാട്ടുകാരിയായപ്പോ എന്താണ് ഫാമിലിയിലൊരു സംസാരം? അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നെ കൊണ്ട് പാട്ടുപാടി അവരുടെ മെയിനായിട്ട് എനിക്കത് പ്രൗഡല്ലേ നമ്മള് ഇപ്പൊ അവര് പ്രൗഡാണ്. പിന്നെ സക്സസ്ഫുൾ ആയിട്ട് തെളിയിച്ചപ്പോൾ പ്രൗഡാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഫെയിലിയർ ആണെന്നെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. ഇത് ഈ പാട്ട് എടുത്തത് കൊണ്ട് ഇവിടെ നന്നായില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇത് വളരെ വളരെ കോമ്പറ്റീറ്റീവ് ഫീൽഡ് അല്ലേ, വളരെയധികം കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. പക്ഷെ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ഈ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും വിജയിക്കും. അതിപ്പോൾ പാട്ടിൽ കഴിവുള്ളത് കൊണ്ട് വിജയിക്കുന്നു. പാട്ടിൽ കഴിവില്ലാതെ വന്നിട്ട് പാട്ട് പാടാന്ന് വെച്ചാൽ, നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ കഴിവുള്ളത് കൊണ്ടാണ് ചെയ്തിട്ട് വിജയിക്കുന്നത്. അതില്ലാതുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. കഴിവും ഭാഗ്യവും ഹാർഡ് വർക്കും. അതെ, അല്ല, കഴിവ് വേണം, ഹാർഡ് വർക്ക് വേണം, പിന്നെയാണ് ഭാഗ്യം വരുന്നത്. എപ്പോഴും ഭാഗ്യം ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ്. ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഫാമിലിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ അഭയ ലീഡ് ചെയ്ത ഒരു ലൈഫുണ്ട്, ഫാമിലി ലൈഫ്. അപ്പം ആ ഫാമിലി ലൈഫിനെ ഇപ്പോഴാണ് സൊസൈറ്റിയിൽ 1% അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പണ്ടൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. പക്ഷെ ഇപ്പോ കൂടുതൽ ചെറുപ്പക്കാര് ലിവിങ് ടുഗദറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ചെറുപ്പക്കാർക്ക് മാരേജ് വേണ്ട, മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോട് തന്നെ പലർക്കും ഒരു ഭയമാണ്. അത് ആണുങ്ങളും അതെ, പെണ്ണുങ്ങളും അതെ. മാത്രമല്ല, ഇനിയിപ്പോ കല്യാണം കഴിച്ചവര് തന്നെ കുട്ടികൾ വേണ്ട എന്നുള്ളൊരു ഇരിക്കുന്നു. കാരണം എല്ലാം ഓരോ ചോയ്സ് ആണ്. എല്ലാവർക്കും പേഴ്സണൽ ചോയ്സ് ഉണ്ട്. അത് സൊസൈറ്റിയുടെ നോംസ് അല്ല, പേഴ്സണൽ ചോയ്സ്. സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഈ സൊസൈറ്റി ഇത്രയും വളർന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തില് വളരെയധികം ഫൈറ്റ് ചെയ്ത് റിലേഷൻഷിപ്പിൽ നിൽക്കുക. ആ സമയത്ത് ഫാമിലിയുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അവരിങ്ങനെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടില്ലേ? അത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറികടന്നത്? അല്ല, ആ സാഹചര്യം മറികടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യുക. ഈ പറയുന്ന മാതിരി റിബലായിരുന്നല്ലോ പണ്ട് തൊട്ടേ. അപ്പൊ ഈ റിബലിസം എൻ്റെ ജീവിതത്തിലും ഈ ഒരു ഫാമിലി ലൈഫിലും ഞാൻ ഒബ്വിയസ്ലി ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കല്യാണം, എന്താ അച്ഛനും അമ്മയും ആലോചിച്ചു ഉണ്ടാക്കുന്ന ഒരു കല്യാണത്തിലൊന്നും പോകില്ല എന്നുള്ളത് ചിലപ്പോൾ അവർക്കും തോന്നിയിട്ടുണ്ടാവണം. കാരണം അവരുടെ മകളാണല്ലോ, അവരുടെ കാഴ്ചപ്പാട്, അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാനത് ചെയ്യുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളിനെക്കാട്ട് കുറച്ചും കൂടെ മുന്തിയതാണോ എന്ന് എനിക്കറിയില്ല. റിലേറ്റീവ്ലി വലിയ കാഴ്ചപ്പാടുകളാണ് എനിക്കുള്ളത്.
അപ്പോൾ ഈ വിവാഹ ജീവിതവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതവും ഒക്കെ ആം, അതിന്റെ കൺവെൻഷണൽ രീതിക്ക് പോയി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല എന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം. പക്ഷെ എന്നാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ടാക്കിൾ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ റിബൽ, കാരണം സാധാരണഗതിയിൽ നമ്മൾ ഈ റിബൽ ആവുന്നത് നമ്മളുടെ വായനയും സിനിമയും യാത്രകളൊക്കെയാണ് ഒരു മനുഷ്യന്റെ ചിന്തകളെ പലപ്പോഴും രൂപപ്പെടുത്തുന്നത്. നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ സ്വാധീനിക്കുമെങ്കിലും കൂടുതൽ പലപ്പോഴും നമ്മളുടെ വായന സ്വാധീനിക്കും, ചില സിനിമകൾ സ്വാധീനിക്കും, കൂട്ടുകാർ സ്വാധീനിക്കും. ഈ ഒരു പോരാടണം, എനിക്ക് ഫൈറ്റ് ചെയ്യണം, എൻ്റെതായിട്ടുള്ള റൂൾസിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു ഊർജം എവിടെ നിന്നാണ് അഭയ്ക്ക് കിട്ടിയത്? അത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഇത് ഈ പോരാടണം എന്ന് വിചാരിച്ച് പോരാടുന്നതുകൊണ്ടല്ല. Again, I am telling you, I don't want to be a rebel. I always want to be a, ഫാമിലിയിൽ കുറച്ച് കൺവെൻഷൻ ആയിട്ടുള്ള തിങ്കിങ് ആയിരുന്നില്ല? അതെ, ഫാമിലിയിൽ കൺവെൻഷണൽ ആയിട്ടുള്ള തിങ്കിങ്, ആ കൺവെൻഷണൽ തിങ്കിങ് ശരിയല്ല എന്നുള്ള ഇത് നമുക്ക് തോന്നുമല്ലോ. ഇതെന്താ ഇങ്ങനെ, ഇത് ശരി, ഇതൊരു ന്യായമില്ലല്ലോ. ഇതിപ്പോ എല്ലാരും സാരി ഉടുത്തോണ്ടിരിക്കുന്നു, നീയും സാരി ഉടുക്കണം. അപ്പൊ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് സാരിയല്ല, എനിക്ക് ജീൻസ് ഇടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ചോയ്സിനെ മാനിക്കേണ്ടത് കാരണം എനിക്ക് ദൈവം തന്നിട്ടുള്ള ശരീരമാണ്. ദൈവത്തിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. കാരണം ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും നീ ചെയ്തോളൂ, നിനക്ക് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഒരു നോംസിനനുസരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ നാട്ടുകാർ പറഞ്ഞിട്ട് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെക്കാട്ടിലും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണല്ലോ അതിനൊരു എന്താ പറയാ, അതിനൊരു ഭംഗി ഉണ്ടാവുക. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് അതിനൊരു എന്താ പറയാ, ലൈഫിന് ബ്യൂട്ടി. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറ്. ഞാൻ ഇപ്പോഴും അമ്മയുടെ അടുത്ത് പറയുന്ന കാര്യം, അമ്മ ഇപ്പോൾ സൽവാർ ഇടാൻ തുടങ്ങിയിട്ട് ഒരു പ്രോപ്പറായിട്ട് എല്ലാ സാരി ഉടുക്കുന്നതിന് പകരം അമ്മയ്ക്ക് ഈസി ആയിട്ട് സൽവാർ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു 3 years ആയിട്ടേ ഉള്ളൂ. അതുവരെയും അമ്മ എവിടെയെങ്കിലും ഒരു മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ പോലും സാരി ഉടുത്തോണ്ടാണ് പോകുന്നത്. അപ്പോൾ വാട്ട് ഷീസ് ടെല്ലിങ് ഈസ് ഓപ്പോസിറ്റ് വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്ത് പറയും, സൽവാർ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടില്ലേ ഈ വയസ്സായിട്ട് എന്ന് പറയുമെന്നുള്ള പേടി. അവർ പറയില്ല എന്നുള്ള സെക്കൻഡറി. ആ പേടിയിലാണ് അമ്മ ജീവിക്കുന്നത്. എന്തിനാ പേടിക്കണം എന്നുള്ളതേ ഞാൻ എപ്പോഴും ചോദ്യം ചെയ്യാറുള്ളൂ. അത് ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവരതിനെ പേടിക്കുന്നത്? കാരണം സൊസൈറ്റിയുടെ ഉള്ളിൽ നിന്ന് അവർ വ്യത്യസ്തപ്പെട്ട് വെളിയിൽ പോകും എന്നുള്ളത് കൊണ്ട്. ലൈക്ക് ആദ്യമേ പറഞ്ഞ പോലെ ബ്ലാക്ക് ഷീപ്പ് ആണല്ലോ. ബ്ലാക്ക് ഷീപ്പായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ അവജ്ഞയോടെ ആയിരിക്കും കാണുക. ആ ഒരു അവജ്ഞയൊന്നും എടുക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എനിക്ക് ആ ഒറ്റപ്പെടൽ ഓക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഐ ആം ഡൂയിങ് ജസ്റ്റിസ് ടു മൈസെൽഫ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ചല്ലാതെ അഭയുടേതായിട്ടുള്ള റൂൾസിലാണ് അഭയ ജീവിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടല്ലേ അഭയ്ക്ക് ഇപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 3 years ശേഷമാണല്ലോ ഞാൻ ഫിനാൻഷ്യലി നിങ്ങൾ അറിയുന്ന ഒരു ഇൻഡിപെൻഡൻസിൽ എനിക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ 17, 18, 19 years ഒക്കെ ഞാൻ ആങ്കറിങ് ചെയ്യുമായിരുന്നു. ഞാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ആങ്കറിങ് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതിനു മുന്നേയും ഞാൻ സ്കൂളിൽ എന്താ പറയുക, സ്ലീവ്ലെസ് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ അത് ഇട്ടുകൊണ്ട് പോവുമായിരുന്നു. അതിന് സിസ്റ്റേഴ്സ് വഴക്ക് പറയുമായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് കെയർ, ഞാൻ അത് ഇട്ടുകൊണ്ട് പോവുമായിരുന്നു. കാരണം എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രം അല്ല അത് നടക്കുന്നത്. അത് നമ്മൾ വിചാരിക്കണം, നമ്മുടെ ആഗ്രഹമാണത്. എനിക്ക് തോന്നുന്നു ഈ മക്കളെ രാജകുമാരിമാരെ പോലെ കാണുന്ന അച്ഛന്റെ മകളായത് കൊണ്ടായിരിക്കാം. എപ്പോഴും പറയാറുണ്ട്, ഈ അച്ഛന്മാര് നല്ല അച്ഛന്മാരാകുമ്പോ പെൺമക്കൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടും അവരുടേതായിട്ടുള്ള റൂൾസ് ഒക്കെ വരുമെന്ന്. അത് ശരിയാണോ? തീർച്ചയായിട്ടും അച്ഛന്റെ നന്മ തന്നെയാണ് അതിന്റെ ഒരു അവര് കാണുന്ന ആദ്യത്തെ പുരുഷൻ അവരുടെ അച്ഛനല്ലേ? അതെ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു അവരുടെ കാഴ്ചപ്പാട്. ഞാൻ പറയട്ടെ, ഫാദറിന്റെയും മദറിന്റെയും കാഴ്ചപ്പാടുകളുടെ ഒരു 80% നമ്മൾ
എന്ന് പറയുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിലാണ് അവർ മക്കളിലൂടെ ചെയ്യുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മള് അവരുടെ ആഗ്രഹം ചിലപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, ഒരു 10 മണിക്ക് ശേഷം അമ്മയ്ക്ക് ചിലപ്പോൾ 10 മണിക്ക് ശേഷം അവരുടെ കുട്ടിക്കാലത്ത് 10 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് അവരുടെ പെൺസുഹൃത്തുക്കളുമായിട്ട് വെറുതെ റോഡിൽ കൂടെ നടന്നു പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നിട്ടില്ല. ഇല്ല, ആ ആ ആഗ്രഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെയോ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതൊക്കെ അതൊരു നിയോഗമായിട്ട് മാറുന്നതാണ്. അതൊരു ബാക്കി പത്രമാണ് നമ്മള്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് അവരിപ്പോഴും കൺവെൻഷനലായിട്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ ബാക്കിയായിട്ടാണ്. ഇപ്പോ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പലപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ മാക്സിമം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാതിരിക്കണം നമ്മളുടെ മനുഷ്യജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. ഈ സക്സസിന്റെ പിന്നാലെയും ഗ്ലാമറിന്റെ പിന്നാലെയും പണത്തിന്റെ പിന്നാലെയാണ് എപ്പോഴെങ്കിലും ഓട്ടമെങ്കിലും മാക്സിമം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അപ്പോൾ അഭയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ്. പക്ഷെ എപ്പോഴെങ്കിലും ലൈഫിന്റെ ഏതെങ്കിലും ഒരു മനോഹരമായ മൊമെന്റില് ഒറ്റയ്ക്കിരുന്ന് ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു കുട്ടിയെ വേണം, എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എന്താ പറയാ, അതിന്റെ ഒരു ടൈം പീരീഡ് എനിക്ക് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. മേ ബി എൻ്റെ ഒരു 25-26 ഇയേഴ്സിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വർക്ക് ചെയ്യണം, ലൈഫ് സക്സസ്ഫുൾ ആക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ പലരും ലൈഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായി. എന്നെ സംബന്ധിച്ചും ജീവിക്കുക എന്നുള്ളതാണ്. ഇൻ ദിസ് മൊമെന്റ് ഐ ഹാവ് ടു ലീവ് എന്നുള്ളതാണ്. ആ മൊമെന്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം മൊമെന്റിൽ ജീവിക്കുക. അപ്പൊ ഈ വായിക്കുന്ന പുസ്തകങ്ങളിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണുമല്ലോ. നമ്മൾ സിനിമ കാണുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് കാണും, പക്ഷെ ഒരു പുസ്തകത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണും. ഈ ക്യാരക്ടേഴ്സിൽ എപ്പോഴെങ്കിലും ഈ ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിച്ചാൽ നല്ലതായിരിക്കും, ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആ ക്യാരക്ടറിന്റെ ഇമോഷനും എൻ്റെ ഇമോഷൻസും തമ്മിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരു ക്യാരക്ടർ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് സിനിമകൾ കാണും, ഭയങ്കര മൂവി ബഫാണ് ഞാൻ. എല്ലാ തരത്തിലുള്ള സിനിമകൾ കാണും. മലയാളം പഴയ പടങ്ങൾ എൻ്റെ അമ്മ എന്നെ ഇരുത്തി കാണിപ്പിക്കാറുണ്ട്. അച്ഛൻ തമിഴ് പഴയ പടങ്ങൾ. അപ്പോൾ ഈ മലയാളം തമിഴ് പഴയ സിനിമകൾ തൊട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു വൊക്കാബുലറി എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ലൈബ്രറി അവരെന്നെ കാണിച്ചിട്ടുണ്ട്. പഴയ സിനിമകളും കാണിച്ചിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ എനിക്ക് സിനിമയാണെങ്കിലും പുസ്തകമാണെങ്കിലും ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അറിയാതെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം. കുഞ്ഞല്ല ഞാൻ ചോദിച്ചാൽ ആ ഒരു ഇങ്ങനെ മദർലി ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, നമ്മളേതായിട്ടുള്ള ഒരു നിലപാടുണ്ടാക്കുക, കാഴ്ചപ്പാടുണ്ടാക്കുക, മാറി നിൽക്കുക, അതെല്ലാം ഈ പുസ്തകങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അത് വൺ ഓഫ് ദ പോയിന്റ് മാത്രമാണ്. ഇത് എത്ര പേർക്ക് പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇന്ന് ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2 സെക്കൻഡ് പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് കൗച്ചിലിരിക്കും. അങ്ങനെ കൗച്ചിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കൊണ്ട് എന്താ കാര്യം? അത് പോസിറ്റീവായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ ആദ്യം അഗ്നിസാക്ഷി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യം കാണുന്നത്. എന്നിട്ടാണ് ഞാൻ പോയി പുസ്തകം വായിക്കുന്നത്. അപ്പൊ സിനിമ ഈ പുസ്തകം സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിലായിട്ട് എടുക്കുന്നതാണ്. ശ്യാം സാറിന്റെ പെർസ്പെക്റ്റീവിലാണ് സിനിമ. പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവാണ്, നമ്മുടെ ചിന്തകളാണ് വരുന്നത്. നമ്മുടെ ഈ ഭയങ്കര സ്വപ്നത്തിൽ ജീവിക്കുന്ന മാതിരി നമ്മുടെ മനയും നമ്മുടെ തങ്കവും പിന്നെ തങ്കത്തിന്റെ ഹസ്ബൻഡും പിന്നെ ശോഭന മാമിൻ്റെയും അവരുടെയും രജത് കപൂറിൻ്റെയും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് നമ്മുടേതായ രീതിക്ക് ഇന്ന്
ആലോചിക്കാൻ പറ്റും. സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ, പക്ഷെ ഏറ്റവും രസം എനിക്ക് അഗ്നിസാക്ഷി എന്ന് പറയുന്ന സിനിമയും പുസ്തകവും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. പുസ്തകം കുറച്ചും കൂടെ ഇഷ്ടമാണ്. സിനിമ അത്രയും മനോഹരമായിട്ട് സാർ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അഗ്നിസാക്ഷി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണ് അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ ഭാഷയും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രണയവും അവരുടെ പ്രണയവും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്ന വാക്കുകളും ഒക്കെ. പിന്നെ ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകം ഈ എന്താ പറയാ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അപ്പോൾ അതും ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ആ പുസ്തകം റിലീസ് ചെയ്യുന്നത്. അടുത്ത വർഷമാണ് പുസ്തകം റിലീസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ പുസ്തകം വായിച്ചിട്ടാണ് ശ്രീലങ്കയിൽ പോയിരുന്നെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ ഭയങ്കരമായിട്ട് മാറിയനെ. അതിൻ്റെ ചിന്ത ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ നോക്കുന്ന വിധം മാറിയനെ. ശ്രീലങ്ക പോയതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പുസ്തകവും വളരെയധികം ഇഷ്ടപ്പെട്ടു. യാ ഇപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, അതായത് ഈ പ്രണയം എന്നുള്ളൊരു വികാരമുണ്ടല്ലോ, നമുക്ക് ഏറ്റവും സുഖകരമുള്ള വികാരമാണ്, അതേസമയം വേദനയുള്ള സുഖമുള്ള വികാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഹിരൺമയിക്ക് തോന്നിയിട്ടുള്ളത്? ആണല്ലോ, കോയിന്റെ രണ്ട് സൈഡ് പോലെയാണല്ലോ. കോൺട്രാഡിക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, കോൺട്രാഡിക്ഷൻ ആണ് എല്ലാ കാര്യങ്ങളും. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും കോൺട്രാഡിക്ഷൻ. ഈ കോൺട്രാഡിക്ഷന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഈ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്നൊരു ഇൻ ബിറ്റ്വീൻ പിടിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇൻ ബിറ്റ്വീനിൽ നിന്നിട്ട് അതിന്റെ സുഖവും അതിന്റെ ദുഃഖവും അനുഭവിക്കുക എന്നുള്ളതാണ്. അത് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് എന്നുള്ളതാണല്ലോ. അത് ആ ദുഃഖം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ ചോദ്യം ഇങ്ങനെ നിരന്തരം ചോദിക്കപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒമർ ലുലുവിന്റെ നല്ല സമയം എന്നൊരു സിനിമ, അതിന്റെ റെക്കോർഡിങ്ങിനായിട്ട് ഒരു ഹോട്ടലിൽ വന്ന് അഭയ ഇറങ്ങുന്നു, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി തിരിച്ചു വരുന്നു, മാധ്യമങ്ങളെല്ലാം കൂടെ മയക്കം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രേക്കപ്പിന്റെ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ആ രംഗം കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ തോന്നി, എന്താണ് എനിക്ക് തോന്നിയെന്ന് അറിഞ്ഞൂടെ. പക്ഷെ അഭയ വളരെ ബോൾഡായിട്ട് നോ കമന്റ്സ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മാറി നടക്കുകയോ അവരെ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ നോ കമന്റ്സ് എന്ന് ബോൾഡായിട്ട് പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞ അഭയുടെ ആ ഒരു സമയത്ത് ഉള്ളിന്റെ ഉള്ളില് എന്തൊക്കെയോ വിഷമങ്ങളും വേദനകളും ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ആ വീഡിയോ കണ്ട് എനിക്ക് തോന്നി. എന്തായിരുന്നു ആ സമയത്ത് ഇത്രയും മാധ്യമങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ്? എവിടെ? Because I don't want people to know about my family life or what I lived. അത് that is not their personal thing. അത് അവര് ഞാൻ പറയുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്ക് കേൾക്കാൻ ഓക്കെ ആവുന്നത്. അത് എന്റെ അനുവാദം വേണം നിങ്ങൾക്ക്. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കിത് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയും. ഇല്ലാത്തിടത്തോളം കാലം നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ അത് അങ്ങനെ ഇത് സ്വീകരിച്ചു, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അങ്ങനെ സ്വീകരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരും ജീവിതം, അത് രണ്ടുപേര് ജീവിച്ച ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എങ്ങനെ രണ്ടു വാക്കുകൊണ്ടാ നിങ്ങളോട്, പിന്നെ എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെയാണ് ഞാൻ ജീവിതം ജീവിച്ചിരുന്നത്, പിന്നെ എന്റെ വീട്ടിലെ പട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് വാക്കിൽ ഞാൻ ആ അര സെക്കൻഡ് കൊണ്ട് ജീവിതം പറഞ്ഞാൽ മനസ്സിലാവോ? ഒരിക്കലും മനസ്സിലാവില്ല. ആൻഡ് I don't want people to know about my life. That's the best thing. അതിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുമ്പോൾ I don't want to comment on that. So no comments. ഓക്കെ. ഇപ്പോ പട്ടിയെ കുറിച്ച് പറഞ്ഞല്ലോ, നല്ലൊരു പെറ്റ് ലേബറാണ്. വീട്ടിൽ ഒരുപാട് ഡോഗീസ് ഉണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് വീര എന്നും പറഞ്ഞൊരു ഫേവറേറ്റ് ഡോഗി മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോഗീസുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഹിരൺമയുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? കാരണം ഈ ഡോഗീസിനും നമ്മളുടെ ഇമോഷൻസ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എനിക്കൊന്നും ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ മനോഹരമായി ഈ ഡോഗീസിന് തിരിച്ചറിയാൻ പറ്റും നമ്മളുടെ ഇമോഷൻസ്. അതെ, ഡോഗ്സ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് കുഞ്ഞിലേ മുതൽ ഡോഗ്സ് ഉള്ളത് കൊണ്ടായിരിക്കണം എനിക്കത് ഡോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൃഗമായിട്ട് മാറുന്നത്. കാരണം ഈ പറഞ്ഞ മാതിരി, നിങ്ങൾ പറഞ്ഞ മാതിരി അതിന് ഹീലിംഗ് ഉണ്ട്. ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ് ആൻഡ് ദേ ആർ ഒരു കമ്പാനിയൻ ആണല്ലോ. അത് നമുക്ക് എത്ര എക്സ്പ്ലെയിനബിൾ അല്ല. അത് അവർ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു, എന്താ പറയുക, എൻ്റെ ഒരു ഭംഗി.
ഇപ്പോ ഹീലിംഗ്, ഉം. ഡോഗീസ് ഒരു ഹീലിംഗ് ആണെന്ന് ആ. പറഞ്ഞു. പലപ്പോഴും ഉം. നമ്മൾ പല മാർഗത്തിലൂടെ ആയിരിക്കും ഹീലിംഗ് ചെയ്യുക. ഉം. ചിലപ്പോൾ പാട്ട് കേൾക്കും, ഉം. ചിലപ്പോൾ ഇതേപോലുള്ള കലാപരമായിട്ടുള്ള ഉം. കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവും, ചിലപ്പോൾ ഒരു തെറാപ്പിസ്റ്റിനെ പോയി ഉം. കാണും, ഉം. ചിലപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മുടെ ഉം. എല്ലാ ഉം. ഇമോഷൻസും വെന്റ് ഔട്ട് ചെയ്യും. ഉം. ഈ ഡോഗീസിനോടുള്ള ഈ ഇമോഷണൽ ആയിട്ടുള്ള ഇത് റിലേഷൻഷിപ്പ് അല്ല, അതിന്റെ അപ്പുറത്തേക്കായിട്ട് ഉം. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉം. അതെങ്ങനെയാണ് അഭയ ചെയ്യുന്നത്? ഹീലിംഗ് പ്രോസസ് ഐ റൈറ്റ് ഡൗൺ തിങ്സ്. പിന്നെ നല്ലോണം എഴുതുന്ന ആളാണ്. ഞാൻ എഴുതും. പിന്നെ ഐ റൈറ്റ് ഡൗൺ തിങ്സ്. പിന്നെ ഞാൻ ഐ കീപ് മൈസെൽഫ് ബിസി. പിന്നെ എൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് അതിനെ ഹീൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് എൻ്റെതായ വേ ഓഫ് തിങ്സ് ഉണ്ട്. അതെങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാറുണ്ട്, വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഹീലാവാറുണ്ട്. എല്ലാ തരത്തിലും ഞാൻ എൻ്റെ പ്രോസസ്സ്, എനിക്ക് ഫോക്കസ് ഹീലിങ്ങിലാണെങ്കിൽ അത് ആഗ്രഹിച്ച് ഞാൻ അത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ ഉം. എനിക്കൊന്ന് കണ്ടാൻ തുമ്പി അല്ലേ? അല്ല, എനിക്ക് ആ പാട്ടും നല്ലതാണ്. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒളിച്ചിരിക്കാൻ എന്നുള്ളൊരു പാട്ട് ഭയങ്കര ഇഷ്ടല്ലേ? ഇല്ല. അതും അല്ല, എനിക്ക് ഒളിച്ചിരിക്കാൻ എന്നുള്ള പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പുസ്തകം വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയുടെ കഥയാണല്ലോ. അപ്പൊ അവളുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് ഇഷ്ടമുള്ളത്. ആ പാട്ടൊന്ന് പാടുവോ? ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിൽ ഒരുക്കി വച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിൽ ഒരുക്കി വച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. അഭയ, ഈ അഭയക്ക് ഇതുപോലുള്ള സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകളല്ലാതെ കുറച്ച് ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ നാക്കുപ്പന്റെ അങ്ങനെയൊക്കെയുള്ള പാട്ട്. നേസൽ ടോൺ ആണ് ആ പാട്ട്. ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് അത്. അപ്പൊ അതുപോലത്തെ ഉള്ള പാട്ടുകളൊക്കെ എങ്ങനെയാ പാടുക എന്നുള്ളൊരു നമ്മളിങ്ങനെ ആലോചിക്കും. പാട്ട് എങ്ങനെ പാടാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇതെങ്ങനെ ഇത് പാടുക, ഇതിപ്പോ നമ്മള് ഈ പാട്ട്, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ഈ പാട്ടിലുള്ള അഭ്യാസം തുടങ്ങിയതിന് ശേഷം പേടിച്ചിട്ടാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. കാരണം ഇനി പാട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മള് ഈ പ്രശ്നമാവും. മാത്രമല്ല, നമ്മൾ ഈ ഫീൽഡിലാണല്ലോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണമല്ലോ. നമ്മൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ ആ ഉത്തരവാദിത്വം മനസ്സാൽ വിചാരിച്ചുകൊണ്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഗോപി പറയുന്നുണ്ടായിരുന്നു പാട്ട് പഠിക്കണം എന്നങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, കൺവെൻഷനലായിട്ട് പഠിക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഫ് യു വോണ്ട് ടു സ്റ്റഡി യു ക്യാൻ സ്റ്റഡി എന്നുള്ളത്. പക്ഷെ പുള്ളിയായിട്ടുള്ള ജീവിതം തന്നെ ഒരു മ്യൂസിക്കാലിറ്റിയിലാണല്ലോ. ലൈക്ക് ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മ്യൂസിക്കാണ്. ഞാൻ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ആ കഥയുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ വർക്ക് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, ആരെ കൊണ്ടാണ് പഠിപ്പിക്കേണ്ട, അങ്ങനെ ഡിസ്കഷൻ പോയിന്റിൽ, എല്ലാ തരത്തിലുള്ള ഡിസ്കഷൻ പോയിന്റിലും ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദാറ്റ് ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് മ്യൂസിക്കലാണ്. അപ്പോൾ അത് തന്നെ നമ്മളെ ഒരു മ്യൂസീഷ്യനായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ മോൾഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യം, ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം എന്നുള്ളത് അത് ഞാനായിട്ട് എടുത്ത തിരിച്ചറിവാണ്. ഇപ്പോൾ SPB സാറൊക്കെ എത്ര പഠിച്ചിട്ടാണ് നമ്മുടെ ഇത്രയും വലിയ സിംഗർ ആയിരിക്കുന്നത്. അപ്പോൾ ഭാവം കൊടുക്കാൻ ഒരു ഗായകന് പഠിക്കണം എന്നുള്ളതല്ല, ഭാവം കൊടുക്കാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് ഉണ്ടാവണം. പക്ഷെ അതേസമയം ഭാവം കൊടുക്കണമെങ്കിൽ നല്ലൊരു പ്രതലവും ഉണ്ടാവണം. പ്രതലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ അഭയ വന്നിരുന്നപ്പോ ആദ്യം ശ്രദ്ധിച്ചത് ഈ മാലയാണ് കേട്ടോ. നല്ല മാല മാത്രമല്ല, അഭയുടെ ഇന്റർവ്യൂസിലാണെങ്കിലും സ്റ്റേജ് ഷോയിലൊക്കെ അഭയുടെ ഈ അറ്റയർ ഉണ്ടല്ലോ, നല്ലൊരു പ്രത്യേകതയുള്ള ഒരു അറ്റയറാണ്. വളരെയധികം ലക്ഷറീസോ എലഗന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഈ ഒരു അറ്റയറൊക്കെ, ഈ ഒരു ലുക്കൊക്കെ അഭയ സ്വയം ഡിസൈൻ ചെയ്ത്, അതിന്റെ ഒരു കോസ്റ്റ്യൂമും എല്ലാം സ്വയം ഡിസൈനിങ് ആണോ? അതെ, എന്റെ ഈ മാലയുടെ ക്രെഡിറ്റ് എന്റെ സ്റ്റൈലിസ്റ്റിന് കൊടുക്കണം. ലക്ഷ്മി
പുള്ളിക്കാരി പുള്ളിക്കാരി ടെക്സ്റ്റൈലിംഗ് എന്ന് പറയുന്ന ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. ആഹാ. ബട്ട് അഗൈൻ ഐ ലവ് പറഞ്ഞ മാതിരി ഐ ലവ് മൈസെൽഫ്. ഐ വോണ്ട് ടു, ഞാൻ കുഞ്ഞിലെ മുതൽ, വളരെ കുഞ്ഞിലെ മുതൽ ഐ എം വെരി പർട്ടിക്കുലർ അബൌട്ട് മൈ ഡ്രസ്സ്. എനിക്ക് ഇങ്ങനെ എന്നെ കാണണം, എനിക്ക് ഇങ്ങനെ രീതിക്ക് ഡ്രസ്സ് ചെയ്യണം എന്ന് ഉള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാനത് പല മാഗസീൻസും നോക്കി എനിക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി നമുക്കതെങ്ങനെ സ്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് നമ്മളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് പിന്നെ നാച്ചുറലായിട്ട് വരും. നമ്മൾ ഓരോ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ചേരും എന്ത് ചേരില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ കൂടെ അങ്ങ് നമുക്ക് വന്നോളും. ഇതെങ്ങനെയാ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഐ വോണ്ട് ടു സീ മൈസെൽഫ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. ദാറ്റ്സ് ദ തിങ്. അതാണ് നമ്മൾ എപ്പോഴും നമ്മളെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യണം അല്ലേ? അതെ. അത് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോട് റെസ്പെക്ട് Yeah, because തോന്നണമെങ്കിൽ it comes from my family that my father dresses well, my auntie dresses well, my വല്യച്ഛൻ dresses well, my കൊച്ചിച്ചൻ dresses well. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് തന്നെ. അവർക്ക് നല്ല മുണ്ട് നല്ല തേച്ച് ഉടുത്ത് ഭയങ്കര സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന കാണാൻ തന്നെ രസമാണ്. അപ്പൊ അവരിൽ നിന്നാണ് എനിക്കിത് കിട്ടുന്നത്. ഞാൻ ഇപ്പൊ എന്റെ ഡ്രസ്സിങ് സ്റ്റൈല് വ്യത്യാസമാണ്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ വ്യത്യാസമാണെന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അത് ജെനറ്റിക് ആണ്. അപ്പോൾ ജെനറ്റിക്കാണ്. ഇപ്പോൾ ഈ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അഭയ മാത്രമല്ല, ഇപ്പോൾ ഫിലിം ഫീൽഡിലുള്ള പല നടിമാരും ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് ഇതേപോലെ സൈബർ ബുള്ളിങ്ങും അതും ഇതൊക്കെ കേൾക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു നല്ലൊരു ഫോട്ടോ ഇടുമ്പോൾ ഇപ്പം പലപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ തുടക്കത്തെ സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ, അഭയ് നമ്മൾ ഈ പലപ്പോഴും നമ്മളുടെ ഈ ലൈഫിലെ ഡിസിഷൻസ് ഉണ്ടല്ലോ, ഇത്തരം ഈ സൈബർ ബുള്ളിങ് കേൾക്കുമ്പോൾ നമ്മൾ ലൈഫിലെ ഡിസിഷൻസിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫ്ലിപ്പിംഗ് ഉണ്ടാവാറുണ്ടോ? അയ്യോ, സൈബർ ബുള്ളിങ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്നേ വരെ ലൈഫിൽ നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. സൈബർ ബുള്ളിങ്ങിൽ ഞാൻ ഡിസിഷൻ മാറ്റാൻ ഒരു ചാൻസും ഇല്ല. ഐ ഹാവ് നെവർ, എനിക്ക് സൈബർ ബുള്ളിങ് കാണുന്ന സമയത്ത് എനിക്ക് ആവേശം കൂടാണ്. എങ്കിൽ പിന്നെ ഞാൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് എന്റേതായ ഇഷ്ടമുള്ള രീതിക്ക് ഞാൻ ഇതിലും വേറെ നിങ്ങളുടെ വിയേർഡ്നെസ്സിൽ ഞാൻ ഡ്രസ് ചെയ്ത് വരും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുറച്ചുകൂടെ വാശി കയറുമല്ലേ? എനിക്ക് വാശി കയറാറുണ്ട്. പിന്നെ ദിസ് ഇസ് ഫൺ. അവരതിപ്പോ ഒരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ഡ്രസ്സിംഗ്. കമന്റ്സ് ഒക്കെ ഓഫ് ചെയ്തിടാറുണ്ടോ? ഇല്ലില്ല, ഞാൻ കമന്റ്സ് ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ കാണാറുണ്ട് കമന്റ്സ്. പണ്ട് ഞാൻ റിയാക്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അത് ഞാൻ വിചാരിച്ചു അന്ന് പണ്ടൊക്കെ നമ്മള് ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നമ്മൾ ഫോട്ടോ ഇടുന്ന സമയത്ത് കമൻസ് വരുന്ന സമയത്ത് എനിക്ക് മാത്രമേ കമൻസ് വരുന്നുള്ളൂ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ബാക്കിയുള്ള ആൾക്കാരുടെ കമൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളെക്കാട്ടിലും വൃത്തികേടായ രീതിക്കാണ് നമുക്ക്. അപ്പോൾ ഇവരിത് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നു എന്നുള്ള നമ്മൾ അതിശയിക്കും. അപ്പൊ അവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റണല്ലോ, വെറുതെ എന്തിനാ റിയാക്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കാറുണ്ട്. ഈ സൊസൈറ്റി എപ്പോഴും നമ്മളെ മോശക്കാരാണ്, നമ്മളൊരു മോശം വ്യക്തിയാണ് എന്നല്ല ഇന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ? ബിക്കോസ് ദേ ആർ ഫ്രസ്ട്രേറ്റഡ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ബെറ്റർ. നമുക്ക് ഒരു ധൈര്യമുണ്ടായിട്ട് നമ്മൾ മുന്നോട്ട് വന്ന് നമ്മുടേതായ ജീവിതം ജീവിക്കുന്ന ആ ജീവിതം മറ്റു പലർക്കും അങ്ങനെ ജീവിക്കണം പറ്റണം എന്നില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഒരു നല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടാവില്ല, നല്ല ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ് ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവരുടെ ലുക്സിൽ അവർ കോൺഫിഡന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുണ്ടാവുന്ന അവരുടെ വെക്കാബുലറി സ്ട്രോങ് ആയിരിക്കില്ല. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിനെ നോക്കിയിട്ട് പുച്ഛിക്കുക. അങ്ങനെ പല സാധനങ്ങൾ. ഇനി എന്താ പറയാൻ പറ്റുക, നല്ല സ്വർണ്ണം ഇട്ടിട്ട് വരുന്നവർ, സ്വർണം എവറിത്തിങ് ഈസ് ദെയർ ചോയ്സ്. നിങ്ങൾക്ക് സ്വർണ്ണം ഇടാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇടുക, സ്വർണ്ണം ഇടാൻ ഇഷ്ടമല്ലേ ഇടണ്ട. അതൊരിക്കലും ഒരു ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എല്ലാം ചോയ്സ് ആണ്. ഈ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ നെഗറ്റിവിറ്റി വൈപ്പ് ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നത്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ അഭയ സംസാരിക്കുമ്പോ എനിക്ക് പലപ്പോഴും തോന്നുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടോക്കാണ്. യാതൊരുവിധ ഫേക്ക്നെസ്സും ഇല്ലാതെ വളരെ ജെന്യൂൻ ആയിട്ടാ അഭയ. ആ ചിരിയിൽ തന്നെ ജെന്യൂനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അഭയ നല്ലോണം പത്രം വായിക്കും, വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെന്ന്. അങ്ങനെയല്ലേ? എനിക്കിഷ്ടമാണ്. കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ആനുകാലികമായ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധം വേണം. അപ്പോൾ നമുക്ക് ആ ബോധം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെയും അത് ബാധിക്കും. നമുക്ക് ആ ബോധത്തിലിരുന്നിട്ട് വേണം നമ്മൾ നമ്മുടെ വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അവെയർ ആയിരിക്കണം.
എവറിത്തിങ് വിൽ ഇൻഫ്ലുവൻസസ്. വർക്കിൽ നമുക്ക് ഇത് ഒരു ലൈൻസ്, നമുക്കൊരു പാട്ട് എഴുതണമെങ്കിൽ ആ ശരിയാണ്. എഴുതുന്നുണ്ട്, പാട്ട് പാട്ട് എഴുതുന്നുണ്ട്. എഴുതുന്നുണ്ടെങ്കിൽ നമ്മുടേതായ സ്വന്തമായിട്ടൊരു ലൈൻസ് എഴുതുന്നുണ്ടെങ്കിൽ ആ ലൈൻസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് അവെയർ ആയിട്ടൊരു ഇതായിരിക്കും. അത് എന്തോ ആയിക്കോട്ടെ, സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ആണെങ്കിലും സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അത് എപ്പോഴും ഞാനത് കൃത്യമായി സൂക്ഷിക്കാറാണ്, അതങ്ങനെ ചെയ്യണം എന്നുള്ളതൊരു. അതെ, നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് നടിമാര് ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ അവരുടെ മോശം അനുഭവങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാറി നിന്ന് കാണുന്ന ഒരു പബ്ലിക്കിന് തോന്നുന്ന സിനിമ ഫീൽഡ് എന്നാൽ ഇതുപോലെ നടിമാർ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ അവസരം കിട്ടൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ഫീൽഡാണോ, ഒരു വർക്ക് കൾച്ചറാണോ സിനിമയിലുള്ളത്? ഈ മ്യൂസിക് ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കാരണം അഭയ്ക്ക് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കും, പുതിയ പെൺകുട്ടികൾ, പാടാൻ ആഗ്രഹമുള്ള പുതിയ പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അത്തരമൊരു ചൂഷണമുണ്ടോ? മ്യൂസിക് ഇൻഡസ്ട്രിയിലും അത്തരം ചൂഷണങ്ങളുണ്ട്. ആ ചൂഷണങ്ങൾ ഇത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ ഇൻഡസ്ട്രിയിലാണല്ലോ ഇത്രയും റെവല്യൂഷണൈസ്ഡ് ആയിട്ട്. അതിന് പെർസ്പെക്റ്റീവ് തിരിച്ച് കണ്ടാൽ മതി. സിനിമ ഇൻഡസ്ട്രിയിലുള്ള ചൂഷണത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് തുറന്നു പറയാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഒരു വലിയ വിജയമായിട്ടുള്ളൊരു പോയിന്റ്. മറ്റ് ഇൻഡസ്ട്രിയിൽ ഇതിലും മോശമായിട്ട്, IT ഇൻഡസ്ട്രിയൊക്കെ എന്ത് മോശമാണ്. IT ഇൻഡസ്ട്രിയിൽ ഞാൻ പല രീതിക്ക് ഞാൻ പല കഥകളും കേൾക്കാറുണ്ട്. അവരൊന്ന് ഉറക്കെ ഒന്ന് സംസാരിക്കാൻ പോലും അവർക്ക് ധൈര്യമില്ലാന്ന് ഇരിക്കെ മലയാളം അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ആൾക്കാർ അതിനെക്കുറിച്ച് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സിനിമ ഇൻഡസ്ട്രിയുടെ വിജയമാണ്. മ്യൂസിക് ഇൻഡസ്ട്രിയിലും ഇതുപോലെ പല ചൂഷണങ്ങളും നേരിടുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അത് പറയാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയണം എന്നുള്ളതാണ്. ഇപ്പോൾ മലൈക്കോട്ടെ വാലുബല്ല ആ പാട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിലോട്ട് വരുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എത്ര കേട്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്ത ആ പാട്ടാണ്. അതെനിക്ക് തോന്നുന്നു ഈ വോയിസ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. കാരണം അഭയ പാടുന്ന പാട്ടുകളുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, അത് അഭയക്കല്ലാതെ വേറെ ആർക്കും പാടാൻ പറ്റില്ല. പാടാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ പാട്ട് നമ്മൾ കേൾക്കുക മാത്രമല്ലോ, അത് നമ്മൾ ഫീൽ ചെയ്യാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ ഒരു ഫീല് തരണമെങ്കിൽ അഭയ തന്നെ പാടണം. ഈ പാട്ടുകൾ അഭയ തന്നെ പാടണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇനി ഒരു അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് കേട്ടോ. അതൊരു കാർഡ് സെഗ്മെന്റ് ആണ്. അത് നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. ഇത് നമ്മളെ ലൈഫ് കാർഡ്സ് എന്നും പറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. ഇതിപ്പോ ഞാൻ ഈ കാർഡ് ഞാൻ അഭയക്ക് തരും. ഈ കാർഡിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് അഭയ തന്നെ അഭയക്ക് പറയാം. ഞാൻ ഈ കാർഡ് അഭയക്ക് തന്നെ തരാണ്. മോസ്റ്റ് ടെറിബിൾ മെമ്മറി ആണോ ഫൺ മെമ്മറി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബാലിയിൽ പോയിട്ട് രാത്രി ഇങ്ങനെ വണ്ടിയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പകുതിക്ക് വെച്ചിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ ഡോറങ്ങൾ തുറന്നപ്പോഴേക്കും ബാക്കിൽ നിന്നൊരു പെൺകുട്ടി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ കൊച്ചു പറന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ തീർന്നു. ഞാനിനി ബാലി ജയിലിൽ കിടന്ന് നിലവിളിച്ച് എന്റെ വീട്ടുകാരെ കാണാൻ പറ്റാതെ ഞാൻ അവസാനം ഇവിടെ തന്നെ കിടന്ന് മരിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതാണ് എന്റെ ഏറ്റവും ടെറിബിൾ ആയിട്ടുള്ള മെമ്മറി. പക്ഷെ ആ കുട്ടിക്ക് ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഈ ബാലി ഈസ് എ കൺട്രി ഭയങ്കര മുസ്ലിം വിരുദ്ധ ഒരു സ്പേസ് ആണത്. അപ്പൊ എന്റെ കൂടെ ഉള്ളവരും ഭാഗ്യവശാൽ എല്ലാരും ഹിന്ദുസ് ആയതുകൊണ്ട് തന്നെ അവർ സ്പെഷ്യലി പേരൊക്കെ ചോദിച്ചു. അഭയാഹിരൺമയി എന്നൊക്കെ ഞാൻ നീട്ടിയൊക്കെ പറഞ്ഞു. പിന്നെ കൂടെ ഉള്ളവരുടെ പേരൊക്കെ ചോദിച്ചപ്പോ അവർക്ക് രാമനും സീതയെന്നൊക്കെ തോന്നിയപ്പോ അവർക്ക് ഹാപ്പിയായി. അല്ല, ഞാനിപ്പോ ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ ബാലി ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണ്. അത് അവര് ഭയങ്കര അതൊരു പുതിയ അറിവാട്ടോ. കാരണം ബാലി മുസ്ലിം കാരണം അത് പുറമേ അതവരെ കാണിക്കുന്നില്ല. ഇന്തോനേഷ്യയിലുള്ള രാജ്യമാണല്ലോ. അപ്പൊ ഇന്തോനേഷ്യൻസ് മുഴുവനും മുസ്ലിംസ് ആണ് കൂടുതലുള്ളത്. ബാലി എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം മാത്രമാണ്. അവർ നമ്മള് 10 വർഷം 15 വർഷം മുന്നേ കണ്ടു നിർത്തിയ രാമായണം അവരുടെ ഭാഷയിൽ നമ്മുടെ രാമായണം അവർ കണ്ടോണ്ടിരിക്കുക. എല്ലാ ദിവസവും ഒരു 9 മണിയാകുമ്പോൾ അവരുടെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും 9 മണിക്ക് നമ്മുടെ രാമനും സീതയൊക്കെ പോയിട്ട് കളിക്കും. അതായത് ആ ദൂരദർശനിൽ വന്നോണ്ടിരുന്നില്ലേ, ആ രാമായണം അവിടെ കളിക്കാറുണ്ട്. അവരത് മേടിച്ചിട്ട് അവരുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട് അത് അവിടെ പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ അവരത്രയും മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആണ്. അല്ല, പക്ഷെ ബാലി ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ്. അതെ അതെ.
അപ്പോ അങ്ങനെ ഒരു പ്ലേസ് ഈ രീതിയിലൊരു ചിന്ത കൊണ്ട് ആ നടക്കാന്ന് അതെ പറഞ്ഞാൽ അതെ അല്ലേ? അത് ഭയങ്കര അവര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഞെട്ടിപ്പോയി. അവരത് സ്പെസിഫിക്കലി ഇവർ ഓരോരുത്തരുടെ പേരും എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരു ഹിന്ദു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോയത്. 5 things you say no to your future life. 5 തിങ്സിൽ ഒതുങ്ങോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലേ? അതെ, നമുക്ക് പെട്ടെന്ന് അത് പറയാൻ ഒരു ടേക്കൺ ഓർ- അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു ഗ്രാൻഡഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അത് നോ പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ എനിക്ക് അങ്ങനെ 5 ചോദിച്ചില്ല. എനിക്ക് ആള് അറിഞ്ഞൂടാ. ഭയങ്കര ജെന്യൂൻ അല്ലേ? പൊതുവെ ജെന്യൂൻ ഉം. ആയിട്ടിരിക്കുന്ന ആ. ആൾക്കാരെ ഈ പറ്റിക്കാനൊക്കെ ശ്രമിക്കില്ലേ? അതെ ഭയങ്കര നെയ്വായിരുന്നു ഞാൻ പണ്ട്. ആ. ഞാൻ ഭയങ്കര നെയ്വായിരുന്നു. ഈ ആൾക്കാര് അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ബിഹേവിയർ അതെ കാണിക്കാതെ അതെ കുറച്ച് ഫേക്ക്നെസ് ഒക്കെ ഫേക്ക്നെസ്. കാണിച്ച് പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? പിന്നെ എന്നെ ഇഷ്ടംപോലെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ, നല്ലോണം അത്തരം ആൾക്കാരോട് നോ. അത്തരം ആൾക്കാരെ എനിക്ക് അന്നും മനസ്സിലാവുമായിരുന്നു. എനിക്ക് ഉം. പെട്ടെന്ന് എനർജി മനസ്സിലാവും ആൾക്കാരുടെ. അപ്പൊ എനിക്ക് അന്നും മനസ്സിലാവുമായിരുന്നു. പക്ഷെ എന്താ പറയാ, അപ്പോട്ടെ സാരല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ ഇരിക്കും. അപ്പോട്ടെ ഇതിപ്പോ എന്ത് ചെയ്യാനാ, അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്റെ ഫേക്ക്നെസ് കാണിക്കുന്നത്. പക്ഷെ റൈറ്റ് നോ ഇഫ് ഇൻ എ ഫ്യൂച്ചർ ലൈഫിൽ സമ്മൺ കെയിംസ് ഇൻ വിത്ത് ആ ഒരു ഇന്റൻഷനിലൂടെ വന്നു കഴിഞ്ഞാൽ ഐ സേ നോ. ഹലോ, പ്ലീസ് ഗോ എവേ. യു കൺ ടേക്ക്, എന്താ പറയാ, സ്പേസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയും. എനിക്ക് അഭയ പറഞ്ഞ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഫേക്ക്നെസ് അതെ കാണിക്കുന്നത്. നമുക്ക് അത് നല്ലൊരു ചിന്തയാണ് നമ്മുടെ കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എന്ത് ലൈഫ്, നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അവർ കാണിക്കുന്ന ഫേക്ക്നെസ്സിൻ്റെ ഒരു ഒരു രീതി അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ള ലൈഫിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, ഇത് മറ്റേ പ്രശ്നമാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാണ്, നമ്മളൊരു മനുഷ്യനാണല്ലോ, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു. ഇപ്പോഴും ഞാൻ അതേ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്. പക്ഷെ ഐ സേ നോ, എൻ്റെ സ്പേസിലേക്ക് അവരെ കൊണ്ടുവരില്ല എന്നുള്ളൂ. സെക്കൻഡ്, അതിന് തേർഡും ഫോർത്തും ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുന്നത്. അല്ല, ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ നമ്മൾ ഈ ഫ്രണ്ട്സ് ആയിട്ട് കരുതുന്ന കുറച്ച് പേര് കാണുമല്ലോ. അതെ അതെ അപ്പോ അവര് ചിലപ്പോ ഇതേപോലെ തന്നെ നമ്മളെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ആ നമ്മളുടെ സക്സസ് കണ്ട് നമ്മളെ പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. നമ്മൾ പരാജയപ്പെടുമ്പോ ഇവരെ ഒന്നും കാണത്തുമില്ല. അതെ ആ ലൈഫ് ആരും ലെസൺസ് ആണല്ലോ. നമ്മളിപ്പോ നല്ലതായിട്ടിരിക്കുമ്പോ നമ്മളെ ചുറ്റും ഒരുപാട് പേര് കാണും. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ. പക്ഷെ ഒന്നും ഇല്ലാതിരിക്കുമ്പോ ആരെയും കാണില്ല. അത് അത്തരത്തിലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടോ അഭയ്ക്ക്? ഇല്ല, അവരെല്ലാം അതല്ലേ ലൈഫ് കാണിച്ചു തരുന്ന ഫ്രണ്ട്സ്. അങ്ങനത്തെ ഫ്രണ്ട്സിനെ ഒക്കെ ദൈവം നമുക്ക് മാറ്റിത്തരും. അത് ദൈവമാണോ അല്ലെങ്കിൽ നമ്മുടെ നല്ല കാലമാണോ, അവരൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. വെരി ഒരു ഒന്നോ രണ്ടോ അന്നും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ, വളരെ ജെന്യുവൻ ആയിട്ട് നിന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ കൂടെ ഇപ്പോഴും ലോയിലിരിക്കുന്ന സമയത്തും ഉണ്ടാവുക. അവർ തന്നെയായിരുന്നു എൻ്റെ ലോയിലിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് എനിക്ക് ഉള്ളത്. അന്നും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഇത് കണ്ടിട്ടൊക്കെയാണ് വന്നതെന്ന് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള തോന്നല്ല. അടുത്തലോട്ട് A perfect day for you, perfect day for me is like, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ അനുസരിച്ച് രാവിലെ വർക്കൗട്ട് ചെയ്യും. ഐ കുക്ക് ഫോർ മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി. ദെൻ പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് അടുത്തലോട്ട് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, ബീങ് റൈറ്റ് ഓർ ബീങ് കൈൻഡ്? ബീങ് കൈൻഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം ബീങ് റൈറ്റ് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ റൈറ്റ് ആയിരിക്കില്ല എൻ്റെ റൈറ്റ്. അപ്പോൾ അത് പറഞ്ഞ് അപ്പോൾ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ റൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കേണ്ടി വരുമായിരിക്കാം. കാരണം നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ സമാധാനത്തിന് ഞാൻ കൂടെ നിൽക്കും. പക്ഷെ അതെൻ്റെ എൻ്റെ നിലനിൽപ്പിനെ ബാധിച്ചാൽ ഞാൻ നിൽക്കില്ല. പക്ഷെ നിലനിൽപ്പിനെ ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു. സോ ബീങ് കൈൻഡ്, കാരണം ആ കൈൻഡ്നെസ് ആണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും ഓരോ തരത്തിലുള്ള ട്രോമയും ഓരോ തരത്തിലുള്ള ആർക്കും പരസ്പരം വിശ്വാസമില്ല. വിശ്വാസമില്ല. അങ്ങനത്തെ പലതരത്തിലുള്ള ഡിഫിക്കൾട്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീങ് കൈൻഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബി കൈൻഡ് ആവാന്നുള്ളത് കുറച്ച് പാടുവാണല്ലേ, കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്.
അത് പ്രയാസമുള്ള കാര്യമാണ്. ബീങ് കൈൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രയാസമുള്ള കാര്യം. അതും ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ മനസ്സിലാക്കണം. അവൻ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, അവൻ ഏത് സാഹചര്യത്തിൽ ഇതിനു വേണ്ടി വാദിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വോണ്ട് ടു ബി ക്ലോസ് ടു സമൺ. ഐ എം ക്ലോസ് വിത്ത് എവ്രി വൺ. പക്ഷെ അതൊരു അപകടം പിടിച്ച പരിപാടിയല്ലേ? വിത്ത് എവ്രി വൺ ദാറ്റ് ഐ ലവ്. ആ എനിക്ക് പക്ഷെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്റെ മദറും എന്റെ സിസ്റ്ററും എല്ലാവരുമായിട്ടുണ്ടല്ലോ, എന്റെ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളവരത് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. ബെസ്റ്റ് അഡ്വൈസ് യു ഹാവ് എവർ റിസീവ്ഡ്, ലവ് യുവർ സെൽഫ്. അത് പലരും എന്നോട് പറഞ്ഞ കാര്യം. അതാരാണ് പെർട്ടിക്കുലർ ആയിട്ട് ഒരു അഡ്വൈസ് എന്ന രീതിക്ക് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഏറ്റവും. കാരണം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എല്ലാവരും ചുറ്റിനുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടാൻ പറ്റൂ. കഴിഞ്ഞു. കഴിഞ്ഞോ? ഓക്കെ. കാർഡിന്റെ വണ്ണം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരുപാട് കുറെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ച. ഏതായാലും അഭയ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു. മാത്രമല്ല അഭയുടെ ഈ ഒരു സംസാരം ജെന്യൂനായിട്ട് ഒരാളുടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കുന്ന തന്നെ ഒരു മനോഹാരിതയാണ്. ഒരു പാട്ട് കേൾക്കുന്ന പോലെ തോന്നും. പിന്നെ അഭയ ഹിരൺമയി, എന്റെ പേരിന്റെ അർത്ഥം തന്നെ ഫിയർലെസ് ഗോൾഡൻ ഗേൾ. അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.